بسم الله الرحمن الرحيم بسم الله الرحمن الرحيم قال الإمام البخاري رحمه الله تعالى باب علامات المنافقين മുനാഫിക്കിൻ്റെ പല അടയാളങ്ങളെ വിശദീകരിക്കുന്ന ബാബാകുന്നു. ഇമാം ബുഖാരി വളരെ അജീബായ ഒരു ബാബാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. കാരണം കിതാബുൽ ഈമാനാണ്. ഈമാനെ പറഞ്ഞപ്പോൾ കുഫറിനെ പറയേണ്ടി വന്നു. കുഫറിനെ തന്നെ അതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ലിദ്ദായ കുഫർ പറഞ്ഞപ്പോൾ അതോടുകൂടെ ഈമാനെ വർദ്ധിപ്പിക്കുന്ന അമലിന് എതിരായ കുഫർ ദോഷങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. അപ്പോൾ പിന്നെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ആദ്യകാലത്ത് ഈമാനുള്ളൊരു വിഭാഗം, ഈമാനില്ലാത്ത മറ്റൊരു വിഭാഗം, ഈമാൻ നടിക്കുന്ന മറ്റൊരു മൂന്നാമത്തെ ഒരു വിഭാഗം ഉണ്ടായിരുന്നു മദീനയിൽ റസൂലുള്ളാഹി തങ്ങൾ എത്തിയോട് കൂടെ. അവരാണല്ലോ മുനാഫിഖീങ്ങൾ. അപ്പം ആ നിഫാഖിൻ്റെയും നിഫാഖിൻ്റെ മർത്തബകളെയും അതും വിശദീകരിക്കേണ്ടി വന്നു. അങ്ങനെയാണ്. മാത്രമല്ല തൊട്ട് മുമ്പത്തെ ബാബിൽ ദുൽമുൻ ദൂന ദുൽമിൻ എന്നതിൽ പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനമായിരുന്നല്ലോ അത്. അല്ലദീന ആമനൂ വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. അവിടെ രണ്ടർത്ഥത്തിൽപ്പെട്ട ഒരു അർത്ഥമാണ് ഈമാന് ലാഹിറിൽ ബാത്തിനിൽ കുഫർ. അങ്ങനെ ഈമാനും കുഫറും കൂട്ടിക്കലർത്തിയവർ, അവർ ആവാത്തവർ ആയിരിക്കണം, അവർക്കാണ് എല്ലാവിധ അമ്നും ഹിദായത്തുമുള്ളവർ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ആയത്ത് കൂടി പറഞ്ഞപ്പോൾ എന്തായാലും മുനാഫിക്കിനെ പറ്റി പറയേണ്ടി വന്നു. അങ്ങനെയാണ് കിതാബുൽ ഈമാനിൽ മുനാഫിക്കിൻ്റെ ചർച്ച വരുന്നത്. ഇമാം ബുഖാരി ഇവിടെ ബാബിടുന്നത് ബാബു അലാമാത്തിൽ മുനാഫിഖീന, മുനാഫിക്കിൻ്റെ കുറേ അടയാളങ്ങൾ. സനദിൽ വരാൻ പോകുന്നത് രണ്ട് ഹദീസാണ് ഈ ബാബിൽ പറയുന്നത്. ഒന്നാമത്തെ ഹദീസിൽ പറയുന്നത് ആയത്തുൽ മുനാഫിഖി തലാസുന്ന മുഫ്രദായിട്ടാണ്. രണ്ടാമത്തെ ഹദീസിൽ പറയുന്നത് അർബഉം മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസാന. 4 കാര്യം കൂടിയും ഒരുമിച്ച് കൂടിയാൽ മുനാഫിഖും ഖാലിസാകും. അപ്പം 4ൽ നിന്ന് ചെറുതുണ്ടായാൽ ഓൻ ആ ഉള്ളതിനനുസരിച്ചുള്ള മുനാഫിഖാകും. അങ്ങനെ ഓരോന്നും 3 കാര്യങ്ങൾ ജമ്മ് ചെയ്യേണ്ടതില്ല. ഓരോന്നും നിഫാഖിൻ്റെ അടയാളങ്ങളിൽ എണ്ണണം എന്ന് വരുത്താൻ വേണ്ടി ഇമാം ബുഖാരി അലാമാത്തിൽ മുനാഫിഖ് എന്ന് വേറെ പല ഹദീസുകളിലും വന്ന അടിസ്ഥാനത്തിൽ സലാസുൻ എന്ന് പറഞ്ഞിടത്ത് മിൻ വേറെ ഹദീസിൽ കാണാം. ഇൻഷാല്ലാഹ് ഒരു ചർച്ച വരാൻ പോകുന്നുണ്ട്. ഈ 3 കാര്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒന്നുണ്ടായാൽ ഇന്ന് തന്നെ ഹദീസിലുണ്ട്. 3 ഖിസാലിൽ നിന്ന് ഏതെങ്കിലും ഒന്നുണ്ടായാൽ മുനാഫിഖാകും. അങ്ങനെയുള്ള ഹദീസുകളെല്ലാം ജമ്മ് ചെയ്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി അലാമാത്ത് എന്ന് ജമ്മായി പറയുന്നത്. മുനാഫിക്കിൻ്റെ അടയാളങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിഫാഖ് 2 തരമുള്ള നിഫാഖുണ്ട്. ഒന്ന് നിഫാഖുൽ ഇഅ്തിഖാദ്, വേറൊന്ന് നിഫാഖുൽ അമൽ, നിഫാഖുൽ കുഫർ ഒന്നാമത്തത്. രണ്ടാമത്തെ നിഫാഖുൽ അമൽ. എന്താ നിഫാഖുൽ കുഫർ പറഞ്ഞാൽ എന്താ? ലാഹിറിൽ മൂമിൻ, ബാത്തിനിൽ കുഫർ. ഓനെ പറ്റിയാണ് പറഞ്ഞത് കാഫിറായ മുനാഫിഖ്. രണ്ടാമത്തത്
പ്രവൃത്തി മുനാഫിക്കിൻ്റെത്. ഈമാൻ അവനിക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ റസൂലിനെ സംബന്ധിച്ച്, അള്ളാഹു റസൂൽ കൊണ്ടുവന്നത് എന്തെല്ലാമുണ്ടോ അത് മുഴുവനും ഹക്കാണെന്നുള്ള വിശ്വാസം അവനിക്കുണ്ട്. പക്ഷേ പ്രവൃത്തിയിൽ അള്ളാഹു തആല കൽപ്പിച്ചത് മുഴുവനും അവൻ ചെയ്യൂല. അങ്ങനെ അനുസരണത്തിനുള്ള നിഫാഖ്, അതിൻ്റെ അടയാളങ്ങൾ, അതാണ് ഇവിടെ കാര്യമായി പറയുന്നത്. മഹാന്മാരുടെ പ്രത്യേകമായ ചർച്ചയാണ്. നിഫാഖുൽ കുഫ്ർ എന്ന് പറയുന്ന നിഫാഖ്, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മാത്രമേ അതുള്ളൂ. അതിൻ്റെ ശേഷം ആ നിഫാഖുൽ കുഫ്റുള്ള അവരെ സംബന്ധിച്ച് സിന്ദീഖ് എന്നോ അല്ലെങ്കിൽ മുർത്തദ് എന്നോ ആണ് പറയല്. എന്നല്ലാതെ നിഫാഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന മഹാന്മാരുണ്ട്. ഇത് നിഫാഖുൽ കുഫ്ർ. നിഫാഖുൽ അമൽ എന്നുമുണ്ട്. ആ നിഫാഖുൽ അമലിനെ സംബന്ധിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. وبه قال الشيخ الإمام الحافظ أمير المؤمنين في الحديث أبو عبد الله محمد بن إسماعيل البخاري رحمه الله تعالى ونفعنا بعلومه. حدثنا سليمان أبو الربيع قال حدثنا إسماعيل بن جعفر قال حدثنا نافع بن مالك بن أبي عامر أبو سهيل عن أبيه عن أبي هريرة رضي الله عنهم أنه عن النبي صلى الله عليه وسلم أنه قال آية المنافق ثلاث إذا حدث كذب وإذا وعد أخلف وإذا اؤتمن خان. ഈ സനദിലുള്ള മഹാന്മാർ എല്ലാവരും വലിയ വലിയ മഹാന്മാരാണ്. 5 ആളെ പേരാണ് നാം പറഞ്ഞത്. ഒന്ന് സുലൈമാൻ അബു റബീ ഇബ്നു ദാവൂദ് അസ്സഹ്റാനി, സുലൈമാൻ അബു റബീ, അവര് പിതാവിൻ്റെ പേര് ദാവൂദ് എന്ന. ബഗ്ദാദിലാണ് അവർ താമസം. ബഹുമാനപ്പെട്ട ഇമാം മാലിക് അവരുടെ ഉസ്താദാണ്. മാലിക് ഇമാമിൻ്റെ ഒക്കൽ നിന്ന് ഒരു ഹദീസ് അവർ കേട്ടിട്ടുണ്ട്. ഫുലൈഹ് ഇബ്നു സുലൈമാൻ, ഇസ്മായിൽ ഇബ്നു സക്കരിയ, ഇവർ രണ്ടാളെയും തൊട്ടിട്ടും സുലൈമാൻ അബു റബീ ഇബ്നു ദാവൂദ് എന്നവർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇമാം ബുഖാരിയിലും മുസ്ലിമിലും ഇവർ രണ്ടാളെ തൊട്ടും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്മായിൽ ഇബ്നു ജുന്ദുബ് എന്നാളെ തൊട്ട് ഇമാം ബുഖാരി സുലൈമാൻ്റെ ഉസ്താദായിട്ട് ഇസ്മായിൽ ഇബ്നു ജുനൈദ് റളിയല്ലാഹു അൻഹുമ രണ്ടാളെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സുലൈമാൻ അബു റബീ എന്നവരെ തൊട്ട് ധാരാളം മഹത്തുക്കളെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുലൈമാൻ അബു റബീ എന്നവരെ തൊട്ട് ഇമാം ബുഖാരി, ഇമാം മുസ്ലിം, ഇമാം അബൂ ദാവൂദ്, ഇമാം അബൂ സുറ, അബൂ ഹാത്തിം എന്നുള്ളവരെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം നസായിയുടെയും സുലൈമാൻ അബു റബീ എന്നവരുടെയും ഇടയിൽ വേറെ ഒരാളെ കൊണ്ട് വേറെ ഇടയിൽ ഒരാളുണ്ട്, നേരിട്ട് ഉസ്താദായിട്ടില്ല. യഹ്യ ഇബ്നു മഈൻ എന്നവരും അബൂ ഹാത്തിം, അബൂ സുറ ഇങ്ങനെയുള്ള നഖാദുൽ ഹദീസായ പണ്ഡിതന്മാർ പറയുന്നത് സിഖത്തുൻ, സുലൈമാൻ അബു റബീ സിഖത്താണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്യാൻ അവരെ പറ്റും. അവിടെ വഫാത്ത് നടക്കുന്നത് ബസറയിൽ 234 ഈ സനദിലെ രണ്ടാമത്തെ ആൾ ഇസ്മായിൽ ബിൻ ജഅഫർ ബിൻ അബി കസീർ അൽ അൻസാരി എന്ന് പറയുന്ന ഇസ്മായിൽ ബിൻ ജഅഫർ എന്നവരാകുന്നു. ഇസ്മായിൽ ബിൻ ജഅഫർ കാരി അഹ്ലിൽ മദീന, അഹ്ലുൽ മദീനക്കാരുടെ കാരിയായിരുന്നു ഇസ്മായിൽ. മുഹമ്മദ്, യഹ്യ, കസീർ, യക്കൂബ്
എന്ന ജാഫർ എന്നവരുടെ മക്കളായ മുഹമ്മദ്, യഹ്യ, കസീർ, യാക്കൂബ് എന്നീ 4 പേരുടെ സഹോദരനാണ് നാം ഇമാം ബുഖാരിയുടെ ഉസ്താദിൻ്റെ ഉസ്താദായി പറയുന്ന ഇസ്മായിൽ എന്നവർ. അവർ നാഫി എന്നവരൊക്കെ തോറ്റിട്ടുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു ദീനാർ എന്നവർ തൊട്ടും ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെയുള്ള മഹാന്മാർ തൊട്ടെല്ലാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യഹ്യ ഇബ്നു മഈൻ പറയുന്നത് സിഖത്തുൻ മഅ്മൂനുൻ ഖലീലുൽ ഖതഇ സദൂഖുൻ, വിശ്വസ്തരാണ്, അമീനാക്കപ്പെട്ടവരാണ്, വളരെ സത്യസന്ധതയുള്ളവരുമാണ്, വല്ലപ്പോഴും തെറ്റുപറ്റലുണ്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ. വേറെയുള്ളവർക്ക് പറഞ്ഞ യഹ്യ ഇബ്നു മഈൻ അല്ലാത്ത അബൂ സുർഅ, അഹ്മദ് ബിൻ ഹംബൽ, ഇബ്നു സഅദ് പോലെയുള്ള നഖാദ് പറഞ്ഞത് സിഖത്തുൻ. ഇബ്നു സഅദ് പറയുന്നത് കാന മിൻ അഹ്ലിൽ മദീന, ഇസ്മായിൽ ഇബ്നു ജഅഫർ എന്നവർ മദീനക്കാരിൽപ്പെട്ടവരായിരുന്നു. ബഗ്ദാദിലേക്ക് അവർ അവിടുന്ന് യാത്ര പോയതാണ്. അങ്ങനെ വഫാത്ത് വരേക്കും മദീനയിലായിരുന്നു. അവർക്ക് 500 ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാണ്. അവരെ തൊട്ട് 500 ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബഗ്ദാദിൽ ഹിജ്റ 180 അവരുടെ വഫാത്തുള്ളത്. ഈ സനദിലെ 3-ാമതായി വരുന്നവർ നാഫിഉ ബിൻ മാലിക് ബിൻ അബി ആമിർ, അബൂ സുഹൈൽ എന്ന പേരിൽ അറിയപ്പെടുന്നവർ. അബൂ സുഹൈൽ എന്ന കുഞ്ഞത്തരം എന്ന പേരിലാണ് വിളിക്കല്. അബൂ സുഹൈൽ എന്ന നാഫിഉ. ഈ നാഫിഉ എന്നവർ ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവരുടെ എളാപ്പമാരാണ്. അതായത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് അനസ്, മാലിക് ബിൻ അനസ്, അവരുടെ പിതാവായ മാലിക് എന്നവർ. ആ മാലിക് എന്നവരുടെ 4 മക്കളുണ്ട്. നാഫിഉ, അനസ്, റബീഉ, ഉവൈസ്. ഈ 4 മക്കളിൽപ്പെട്ട മാലിക് ഇമാമിൻ്റെ വല്ലിപ്പയായ മാലിക്കിൻ്റെ 4 മക്കൾ, ആ 4 മക്കളിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ നാഫി എന്നവരും റബീ എന്നവരും ഉവൈസ് എന്നവരും മാലിക് ഇമാമിൻ്റെ പിതാവായ അനസ് എന്നവരുടെ സഹോദരങ്ങളാണ്. അപ്പോൾ മാലിക് ഇമാമിൻ്റെ പിതൃ സഹോദരന്മാരാണ് അവരെല്ലാം. ഈ പറഞ്ഞ നാഫി, അബൂ സുഹൈൽ എന്നവർ അവരുടെ വല്ലിപ്പയായ മാലിക് ഇമാമിനെ കേട്ടിട്ടുണ്ട്. നാഫി എന്നവരുടെ പിതാവ് അവരെ കേട്ടിട്ടുണ്ട്. അവരുടെ വ്യാപാനെയും കേട്ടിട്ടുണ്ട്. അംർ ബിൻ അബ്ദുൽ അസീസ്, ഖാസിം, ഇബ്നുൽ മുസയ്യിബ് ഇങ്ങനെയുള്ള മഹാന്മാരായ വലിയ വലിയ ആളുകളെ തൊട്ട് ഹദീസ് റിപ്പോർട്ടിവരാണ്. അവർ വലിയ വിശ്വസ്തരുമാണ്. ഈ പറഞ്ഞ അബൂ സുഹൈൽ എന്ന നാഫി എന്നവർ. 4-മതായി നമ്മുടെ സനദിൽ വരുന്നത് അൻ അബീഹി എന്ന് പറഞ്ഞത് അബാര മാലിക് എന്നവർ, മാലിക് ഇമാമിൻ്റെ വല്ലിപ്പ. ബഹുമാനപ്പെട്ട ധാരാളം സ്വഹാബികളെ കേട്ടവരാണവർ. ത്വൽഹത്ത് ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് മാലിക് ഇമാമിൻ്റെ വല്ലിപ്പയായ മാലിക് എന്നവർ സഹാബിയായ അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ബുഖാരിയിലും മുസ്ലിമിലും കാണാം. ത്വൽഹത്തിനെ തൊട്ട് മാലിക് ഇമാമിൻ്റെ പിതാവ് വല്ലിപ്പ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായിട്ട്. അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഈ പറഞ്ഞ മാലിക് എന്നവർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ആയിഷ ബീവിനെയും കണ്ടിട്ടുണ്ട്, ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ആയിഷ ബീവിയെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ തൊട്ടിട്ട് ഈ മാലിക് എന്നവർ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇമാം മുസ്ലിമിലുമുണ്ട്. അങ്ങനെ ധാരാളം സ്വഹാബികളെ തൊട്ട് കാണുകയും അവരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തവരുമാകുന്നു ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വല്ലിപ്പയായ മാലിക് എന്നവർ. അവർ ധാരാളം താബീങ്ങളിൽ നിന്നുള്ള പ്രമുഖരെ തൊട്ടും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മുഅത്തയിൽ
പലപ്പോഴും പറയലുണ്ട് എന്താ ഇന്നഹു ബലഹു അൻ ജദ്ദിഹി അൻ ഉസ്മാന എന്ന്. ഒരു ഹദീസ് ഇമാം മാലിക്കിനിക്ക് അവരുടെ വല്യപ്പാനെ തൊട്ട് കിട്ടിയിട്ടുണ്ട്, വല്യപ്പ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തൊട്ട്. അങ്ങനെ ധാരാളം മഹാന്മാരെ തൊട്ട് ഹദീസ് റിപ്പോർട്ട് ചെയ്തവരാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വല്ലിപ്പയായ നമ്മുടെ ഈ സനദിലുള്ള അന്നബീഹി എന്ന് പറയുന്ന നാഫി എന്നവരുടെ പിതാവായ മാലിക് ബിൻ അബി ആമിർ എന്നവർ. അവർ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ടാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ചെറിയൊരു ചരിത്രം മുമ്പ് നാം വിശദീകരിച്ചിട്ടുണ്ട്. ഇനി ബുഖാരിയിൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട് ധാരാളം ഹദീസുകൾ വരാൻ പോകുന്നുണ്ട്. അന്നഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൊട്ടാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നബി തങ്ങൾ പറഞ്ഞു, ആയത്തുൽ മുനാഫിഖ് സലാസുൻ, മുനാഫിഖിൻ്റെ അടയാളം 3 ആയത്തിൻ്റെ അർത്ഥം ഖുർആനിലെ ആയത്ത് എന്ന് പറഞ്ഞ മാതിരി എല്ലാന്ന് വരുത്താനാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ബാബിൽ അലാമാത്ത് എന്ന് കൊടുത്തത്. അലാമാത്ത്, അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം അലാമത്ത് എന്നാണ്. പക്ഷേ ഇവിടുത്തെ ആയത്തിന് അൽ മുനാഫിഖിലേക്ക് ഇളാഫത്ത് ചെയ്ത് കൊടുത്തുള്ള ഈ ആയത്ത് അത് ജിൻസാണ് മുറാദ്. പലതിനും ഉൾപ്പെടുത്തും. മുനാഫിക്കിൻ്റെ ലക്ഷണം എന്ന അർത്ഥം. എന്ത് ലക്ഷണം? എത്ര ലക്ഷണം ആരും വേണ്ടില്ല, ഒരു ലക്ഷണം എന്നല്ല. മുനാഫിക്ക് എന്ന് പറയുന്ന വിഭാഗത്തിനേക്കുള്ള ലക്ഷണങ്ങൾ ഏതുണ്ടോ അത് മുഴുവൻ ജിൻസ് മുറാദാണ്. ജിൻസ് മുറാദാവുമ്പം ആയാത്ത് എന്നർത്ഥം വരും. അതിനാണ് ഇമാം ബുഖാരി ബാബിൽ അലാമാത്ത് എന്ന് ജമ്മാക്കി പറഞ്ഞത്. ഈ ആയത്തുൽ മുനാഫിന് അർത്ഥം പറയാൻ. ഒന്ന് ആയത്തിനേക്ക് അലാമത്ത് എന്നാണ് അർത്ഥമെന്നും അവിടെ ജിൻസാണ് മുറാദ് എന്നും വരുത്താൻ. സലാസുൻ, മുനാഫിക്കിൻ്റെ അടയാളങ്ങൾ 3. ഏതാണത്? ഇദാ ഹദ്ദസ കദബ. എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ്. മുനാഫിക്ക് വർത്താനം പറഞ്ഞാൽ അവൻ കളവ് പറയും. വഇദാ വഅദ അഖ്ലഫ, അവൻ വല്ല കരാറും ചെയ്താൽ ആ കരാർ അവൻ അത് ലംഘിക്കും, കരാർ ലംഘിക്കും, പൂർത്തിയാക്കൂല. വൈദത്തുമിന, അവനെ വിശ്വസിച്ച് വല്ല കാര്യങ്ങളും അവന് അമീനായി ഏൽപ്പിക്കപ്പെട്ടാൽ അവൻ്റെ അമാനത്തിന് പരിഗണിച്ചും കൊണ്ട് അവൻ അമീനാണെന്ന് മനസ്സിലാക്കി, വിശ്വസ്തനാണെന്ന് മനസ്സിലാക്കി വല്ല കാര്യവും അവനെ ഏൽപ്പിക്കപ്പെട്ടാൽ ഖാന, അവൻ ചതിക്കും. ഈ 3ൽപ്പെട്ട ഓരോരോ അടയാളമുള്ളവനും അവൻ മുനാഫിഖാണ്. എല്ലാം കൂടി ഉണ്ടായാൽ പൂർണ്ണമായ മുനാഫിക്കാകും. ഏതെങ്കിലും ഒന്നുണ്ടായി കഴിഞ്ഞാൽ അവൻ മുനാഫിക്കായി. വളരെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഹദീസാണത്. ഇനി അടുത്തൊരു ഹദീസ് വരാൻ പോകുന്ന തൊട്ടടുത്ത ഹദീസ് 4 കാര്യം എന്ന് പറയുന്നുണ്ട്. ആ 4 കാര്യത്തിൽ ഈ പറഞ്ഞ 2 ഉണ്ട്, വേറെ 2 വേറെയാണ്. അപ്പം എന്ത് വരും? ഇതിലുള്ള 2ഉം അതിലുള്ള 2 ഒന്ന് തന്നെയാണ്. പിന്നെ വേറെ 2 അതിലേറുണ്ട്. അപ്പം എത്രയായി? 4. ഇതിൽ പറഞ്ഞ 1ഉം അവൻ ആകെ 5. ഇപ്പം മുനാഫിക്കിൻ്റെ അടയാളങ്ങൾ 5 2 ഹദീസിൽ കൂടെയും ഇവിടെ വിശദീകരിക്കുന്നത്. ഇവിടെ 3 എന്ന് പറയുമ്പം അത് നമ്മളെ ഉസൂല് പ്രകാരം അതത് നിനക്ക് മഫ്ഹൂമില്ല. അപ്പം 3 ഉണ്ട് എന്നേ കിട്ടുള്ളൂ, 3ൽ ഏറെ ഇല്ല എന്ന് കിട്ടൂല. അതാണ് നമ്മളെ മദ്ഹബ്. ചില മദ്ഹബുകൾ അതതുകൾ അസറിനെ ഫായിദപ്പിക്കും എന്ന് പറഞ്ഞവരുണ്ട്. അത് നോക്കുമ്പോൾ 3 ഉള്ളൂ എന്ന് വരും. അതിന് മറുപടി അവരാണ് പറയേണ്ടത്. അവരതിന് മറുപടി പറയുന്നുണ്ട്, നമ്മളത് പറയേണ്ട ആവശ്യമില്ല. 3 ഉണ്ട്, 3 ഉണ്ട്. ഇനി 4 ഇല്ല എന്നതിന് അർത്ഥമില്ല. അപ്പം 3 ഉണ്ട് പറഞ്ഞത് ശരി തന്നെയാണ്, 4 ഉണ്ട് പറഞ്ഞത് ശരി തന്നെ. 3 ഒരിക്കൽ ഇമാം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർണ്ണമായ ഈ 3ൽ തന്നെ മറ്റുള്ള ഉൾപ്പെടുത്താൻ കഴിയും. എന്നാലും ഓരോരോ സമയത്തിനും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിനനുസരിച്ച് വിശദീകരിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ മതി. 3 ഉണ്ട് എന്ന് പറഞ്ഞാൽ ഏറല്ല എന്നതിനൊക്കെ അർത്ഥമില്ല.
ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ അസ്കലാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഈ ഹദീസിനെ സംബന്ധിച്ച് വജ്ഹുൽ ഇഖ്തിസാരി അലാ ആദിഹിൽ അലാമാത്തി സലാസി, ഈ 3 അടയാളങ്ങളുടെ മേൽ ചുരുക്കി പറഞ്ഞു ഈ ഹദീസിൽ 3 അടയാളമുണ്ട് എന്ന വജ്ഹ് എന്താ? വേറെയും അടയാളങ്ങൾ ഉണ്ടായിരിക്കുക. ഈ 3 ചുരുക്കാനുള്ള കാരണം അന്നഹ മുനബ്ബിഹത്തുൻ അലാ മാ അദാഹ, ഇത് മൂന്നും അല്ലാത്തതിൻ്റെ മേൽ ഉണർത്തുന്നതാണ്. കാരണം ഇത് അസ്ലുദ്ദിയാനത്തി മുൻഅസിറും ഫീ സലാസ്, യഥാർത്ഥ ദീനിൻ്റെ കാര്യങ്ങൾ 3 വിഷയത്തിൽ ക്ലിപ്തമായതാണ്. 3 വിഷയമാണുള്ളത് അതിൽ. 1 അൽ കൗലു, 2 വൽ ഫിഅലു, 3 വൻ നിയ്യത്തു. വാക്ക്, പ്രവൃത്തി, കരുത്ത്, ഇത് 3ലാണ് യഥാർത്ഥത്തിൽ 3മായി ബന്ധപ്പെട്ട ദീനി കാര്യങ്ങളുണ്ട്. കൗല് ഫസാദാകുക, അതിൻ്റെ മേൽ ഉണർത്തി ബിൽ കിദിബ് കൊണ്ട്. വഅലാ ഫസാദിൽ ഫിഅലി, ഫിഅല് ഫസാദാകുന്നതിനെ ഉണർത്തി ബിൽ ഖിയാനത്തി, ചതി കൊണ്ട്, വിശ്വാസവഞ്ചന. വഅലാ ഫസാദിൻ നിയ്യത്തി, നിയ്യത്തിൻ്റെ ഫസാദിൻ്റെ മേൽ അറിയിച്ചു ബിൽ ഖുൽഫി, ഖുൽഫ് കൊണ്ട്. ഇദാ വഅദ അഖ്ലഫ, ഇവിടെ ചിന്തിക്കേണ്ട വിഷയമുണ്ട്. അത് നിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരാൾ വാഗ്ദാനം ചെയ്തു, ആ വാഗ്ദാനം ചെയ്തിട്ട് അത് പൂർത്തിയാക്കാതിരിക്കുക. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഇഖ്ബാറു ബി ഈസാലിൽ ഖൈരി ഫിൽ മുസ്തഖ്ബിലീന, ഭാവിയിൽ ഒരു കാര്യം ചെയ്യാം എന്നത് കൊണ്ടുള്ള വർത്താനം പറയാ. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തോളൂ, അടുത്ത കാലത്ത് ഇന്ന കാലത്ത് ഞാൻ പള്ളിക്കൊരു 10 ലക്ഷം റുപ്യ തരാം, ഞാൻ 2 ചാക്ക് സിമൻറ്റ് വാങ്ങിത്തരാം എന്ന് വരും കാലത്ത് ഞാൻ ഇന്ന കാര്യം ചെയ്തിരിക്കും എന്നുള്ള ഒരു വിവരം പറയലാണ്, ഒരു ന്യൂസ് പറയലിനെ സംബന്ധിച്ചാണ് യഥാർത്ഥത്തിൽ വഅദ് എന്ന് പറയുക. ഇന്ന കാലത്ത് ഞാൻ ഇന്ന ചെയ്യും എന്ന് പറയലിക്കാണ് വഈദ് എന്ന് പറയുക. അപ്പം ഇങ്ങനെ ഈ വഅദ് ചെയ്ത കാര്യം അത് നിഫാഖിൻ്റെ അടയാളമായി വരൂല ഇല്ലാ ഇദാ കാനൽ അസ്മു അലൈഹി മുഖാരിനൻ ലിൽ വഅദി, ഈ കരാറ് പൂർത്തിയാക്കൂല എന്നുള്ള അവൻ്റെ ആ തീരുമാനം അത് കരാറ് ചെയ്യുമ്പം തന്നെ ഓനെ മനസ്സിൽ വെച്ച് പറയണം. ഓൻ 4 ആൾ കൂടിയോർത്ത്, അല്ലെങ്കിൽ കാര്യമായ ഉസ്താദ് പിരിവാറ് ഉസ്താദ് വഴന്ന് പറയാണ്, വഴന്ന് പറഞ്ഞ് പിരിവ് നടത്തുമ്പം സദസ്സിനെ ഇളക്കാൻ ഒരാൾ ഞാൻ 10 ലക്ഷം ആദ്യമാണ് പറയണം. അപ്പോഴേ ബാക്കിയുള്ളവരൊക്കെ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം പറയുള്ളൂ. അല്ലെങ്കിൽ മൂല്യർ പറയാണ് 6666 റുപ്യ സംഭാവന ചെയ്യണം ഇന്ന ആവശ്യത്തിനിക്ക്, അല്ലെങ്കിൽ ഒരു കുട്ടിയെ ഏറ്റെടുക്കണം 1 വർഷത്തേക്ക്, എങ്കിൽ കൊണ്ടപ്പോൾ ഹാഫിളിൻ്റെ പഠനം തീരുന്നവരേക്കും ഒരു ഹാഫിൾ എടുക്കാൻ 2 ലക്ഷം റുപ്യ. ഇങ്ങനെ പറയുമ്പോൾ അത് ആദ്യം 1-2 ആളുകളുടെ ഏറ്റെടുക്കണം. അപ്പോൾ അത് കണ്ടിട്ട് ബാക്കിയുള്ളവരെ ഏറ്റെടുക്കുള്ളൂ ചതിയിൽ കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഓൻ പറയുന്നത് തന്നെ ഓനെ എല്ലാ സ്റ്റേജിലും പോയി കരാറ് ഏറ്റെടുക്കൽ, ഞാൻ 1 ലക്ഷം ഒരു കുട്ടി ഞാൻ ഏറ്റെടുത്തു, 6606 10606 ഞാൻ തരാം. ഇങ്ങനെ പറയുമ്പോൾ അയാൾ പറയുമ്പം തന്നെ അയാളെ ലക്ഷ്യം എന്താ? അത് കൊടുക്കാൻ വേണ്ടി പറയല്ല, ബാക്കിയുള്ളവരെ സ്വീപ്പാക്കാൻ വേണ്ടി പറയാണ്. അതാണ് മുനാഫിക്കിൻ്റെ അടയാളം. അങ്ങനല്ലാതെ അമ്മാലോകാന ആസിമൻ, ഒരാൾ വാഗ്ദാനം ചെയ്യുമ്പോൾ അവൻ കൊടുക്കണമെന്നുള്ള തീരുമാനത്തിൻ്റെ മേലാണ്. സുമ്മ അർദലഹു മാനിഉൻ, പിന്നെ അവനിക്കെന്തോ തടസ്സം വന്നു പറയുമ്പോൾ സാമ്പത്തിക ശേഷി പിന്നീട് ഇല്ലാതെയായി. ഔ ബദാ ലഹു റയ്യുൻ, അല്ലെങ്കിൽ അവനിക്ക് എന്തോ ഒരു അഭിപ്രായം വെളിവായി, ഈ കൊടുക്കുന്ന പൈസ ഇത് നല്ല നിലയിലേക്കല്ല ചിലവാക്കാൻ പോകുന്നത്, ഒരാവശ്യമുള്ള വിഷയത്തിനിക്കല്ല, ഇതിലേറെ ആവശ്യമുള്ള മറ്റൊരു ഭാഗത്തേക്ക് പണം ചെലവഴിക്കേണ്ടതുണ്ട് എന്നുള്ള വിഷയം അവനിക്ക് വന്നു കഴിഞ്ഞാൽ, എന്നിട്ട് കൊടുക്കാന്നാൽ ഫഹാദ ലം തൂജദ് മിൻഹു സൂറത്തുൻ നിഫാഖ്, അവൻ്റെ വക്കൽ നിന്ന് നിഫാഖിന് ലക്ഷണം ഉണ്ടാവില്ല. വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഖാലഹുൽ ഗസ്സാലി ഫിൽ ഇഹ്യാ, ഈ വിഷയം ഇമാം ഗസ്സാലി ഇഹ്യയിൽ പറഞ്ഞിരിക്കുന്നു. ഫത്തുൽ ബാരിയാണ് ഈ പറയുന്നത്.
വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇന്നത്തെ കാലത്ത് പള്ളിപ്പണി വരുമ്പം, മദ്രസൻ്റെ പണി വരുമ്പോൾ, കോളേജിൻ്റെ പണികൾ വരുമ്പോൾ, അല്ലെങ്കിൽ സ്ഥലം എടുക്കുമ്പോൾ 1 സെൻറ്റ് 2 സെൻറ്റ് 10 സെൻറ്റ് ഓരോരുത്തരാണ്ട് എഴുതും. അത് ഇതിലെന്താ 1 മാസം കഴിഞ്ഞിട്ട് 2 മാസം കഴിഞ്ഞിട്ട് രജിസ്റ്ററാകുമ്പോൾ അത് തരാമെന്ന് പറഞ്ഞിട്ട് ഏൽക്കും. പിന്നീട് അവർക്ക് അത് കൊടുക്കാൻ കഴിയാതിരിക്കുകയോ, അല്ലെങ്കിൽ ഇത് ഒരു അത്യാവശ്യ വിഷയത്തിലേക്കല്ല ഞാൻ ചെലവഴിക്കുന്നത്, അത് വേറെ കുറേ ആളുകൾക്ക് അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വഴിയാണ്, അള്ളാഹിൻ്റെ ഭാഗം വിചാരിച്ചു കൊണ്ടല്ല ഇത് നടക്കാൻ പോകുന്നത്, എങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം തിരിഞ്ഞു ഓനത് കൊടുത്തില്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് മുനാഫിഖ് എന്ന് പറയില്ല. നമ്മുടെ ഫിഖഹിൻ്റെ കിതാബിൽ തുഹഫയിൽ അടക്കം കാണാം, വൽ വഅദു ലാ യൽസമുൽ വഫാഉ ബിഹി. വഅദ് പിന്നീട് ഇന്നാലിന്നത് തരാം എന്നുള്ള വാഗ്ദത്തം അത് പൂർത്തിയാക്കൽ നിർബന്ധമല്ല. ഇത് പലപ്പോഴും പല ആളുകളോടും പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ വലിയ പ്രയാസമാണ്. ആളുകളെ ബോധ്യം ഒരാളോട് ഞാൻ ഇത്ര തരാമെന്ന് പറഞ്ഞാൽ കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ്. ഇപ്പോൾ പിരിവിൻ്റെ ആളുകളൊക്കെ വന്നു എടങ്ങറാക്കുമ്പോൾ ഞാൻ ഇത്ര തരാമെന്ന് പറഞ്ഞ ഒരാളുകൾ പിന്നീട് ഈ പാവത്തിനോട് കൊടുക്കാൻ കഴിഞ്ഞോളന്നില്ല. എന്നാൽ പറഞ്ഞതോട് കൂടെ പിന്നെ അവൻ്റെ വീട്ടിലേക്ക് അങ്ങനെ തെരഞ്ഞു വരും. ഞാൻ പാവം മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിൻ്റെ മക്കളോട് ബന്ധുക്കളോട്, പാവം എത്തിയ മക്കളായിരിക്കും ചിലപ്പോൾ അവർ, അല്ലെങ്കിൽ ജീവിക്കാൻ വഴിയില്ലാത്തവരാകും, അവരോട് പറയും എൻ്റെ വാപ്പ ഇന്നാലിന് സംഗതി ഏറ്റെടുത്തിട്ടുണ്ട്, അത് ഏതാണ്, കടമാണ്, കടം വീട്ടണം, അത് കടായി എണ്ണും. വഴുതെങ്ങനെ കടാകുക? ഒരിക്കലും കടാവൂല. പക്ഷെ അതിൻ്റെ ഖുൽഫ് മുനാഫിക്കിൻ്റെ അടയാളമാവണമെങ്കിൽ വഴുത ചെയ്യുമെന്ന് തന്നെ കൊടുക്കൂലാണ് തീരുമാനത്തിലാവണം. അപ്പോഴേ മുനാഫിക്കിൻ്റെ അടയാളാവുള്ളൂ. അത് മനസ്സിലുള്ള നിഫാക്കിൻ്റെ ഭാഗമാണത്. ആ വാക്ക് ലംഘിക്കൽ പ്രയാസമായി വരുന്നത് വാഗ്ദത്തം ചെയ്യുമ്പോൾ തന്നെ കൊടുക്കൂലാണ് തീരുമാനം കൂടെ പറയുമ്പോഴാണ്. ഫത്തുൽ ബാരി, ഐനി, ഇഹ്യയിൽ തുടർന്നക്കലായിട്ടാണ് ഫത്തുൽ ബാരി എല്ലാവരും വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ ഫത്തുൽ ബാരി പറയുന്നു, വൈദാ വഅദ റജുലു അഖാഹു വമിൻ നിയതി അൻ യഫിയ ലഹു ഫലം യഫി ഫലാ ഇസ്മ അലൈഹി. ഒരാൾ ഒരു സംഗതി വാഗ്ദത്തം ചെയ്തു, അത് ചെയ്യുമ്പോൾ അത് കൊടുക്കണമെന്നുള്ള മനസ്സിൽ തന്നെയാണുള്ളത്. പിന്നീട് അവൻ അത് കൊടുത്തില്ല, എന്നാൽ അതിൻ്റെ പേരിൽ അവന് കുറ്റമില്ല. ഫലാ ഇസ്മ അലൈഹി, അവൻ്റെ മേൽ കുറ്റമില്ല. അതുപോലെ കിദിബ്, കളവ് പറയൽ. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കപ്പെട്ടു, ഒരാൾ ധാരാളം കളവ് പറയും, അയാളെ സംബന്ധിച്ച് മുനാഫിഖ് എന്ന് പറയാൻ പറ്റുമോ? ചർച്ചയാണ്. മാലിക് ഇമാം പറഞ്ഞ എന്താ, അയാൾ എന്ത് കളവാണ് പറഞ്ഞത് നോക്കണം. അയാൾ കഴിഞ്ഞു പോയ എന്തെങ്കിലും അയാളുടെ ജീവിത ശൈലി, അയാൾ കുട്ടികൾക്കോ മക്കൾക്കോ അല്ലെങ്കിൽ നാട്ടുകാർക്കോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ അയാൾ ആദ്യമായി ജീവിച്ചിരുന്ന കാലം വളരെ ദാരിദ്ര്യമുള്ളതായിരുന്നു, അങ്ങനെ അത് വിശദീകരിക്കുന്നതിൽ ഓവറായി പറയാണ്. അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ള ആളുകളുമായുള്ള ജീവിതങ്ങളോ കാര്യങ്ങളോ ചർച്ച ചെയ്യുമ്പോൾ അതിനൊക്കെ വസ്ഫിൽ മുബാലഗത്ത് കൂട്ടാണ്. ഫഹദാലായുറു, അതുകൊണ്ട് ദോഷം ചെയ്യൂല. അതുപോലെ തന്നെ മഹാന്മാരുടെ ചരിത്രം പറയുമ്പോൾ കുറേ എസൻസ് കൂട്ടിയിട്ട് പറയും, കുറേ മസാല കൂട്ടി പറയും. ആ കൂട്ടി പറയുന്നതിൽ അവരെ വല്ലാതെ തകർക്കലോ ഈ കണക്കിലേറെ മൂച്ചിമ കയറ്റലോ ഇല്ലെങ്കിൽ ഫഹദാലായുറു, അത് വാരിതായ അതേ മൈന സ്വീകരിച്ചോന്നില്ല. കുറച്ചൊക്കെ ഒന്നങ്ങോട്ടും ഇങ്ങോട്ടും കുറേയൊക്കെ തുകലും തോലൊക്കെ വെക്കടിന് കുഴപ്പമൊന്നുമില്ല, ഓവറാവാൻ പാടില്ല എന്നേ ഉള്ളൂ. ഫഹദാലായുറു വഇന്നമാ യദുറു മൻ ഹദ്ദസ അനിൽ അശ്യാഇ ബിഖിലാഫി മാ ഹിയ അലൈഹി ഖാസിദനിൽ കിദ്ബ. കളവിനെ ഉദ്ദേശിച്ചും കൊണ്ട് ഒരു വിഷയത്തെപ്പറ്റി വിഷയം പറയുമ്പോൾ അതിനെപ്പറ്റി ഇല്ലാത്തത് പറയാ. ഒരാൾക്കൊരു പോത്ത് വാങ്ങണം, പോത്തിൻ്റെ ഒരാളെടുത്ത് അതിന് കച്ചവടക്കാർ വന്നിരിക്കുകയാണ്, ഓൻ വാങ്ങിയത് യഥാർത്ഥം 20,000 ഉറുപ്പ്യക്കാണ്, അതിന് മുമ്പ് ഞാൻ 40,000 വാങ്ങിയതാണ്, അവിടെ ഇത്രയും ദിവസമായി അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എൻ്റെ ചിലവടക്കം കൊണ്ടെങ്കിൽ 50,000 കിട്ടണം.
ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് അത് കളവ് എന്നുള്ള ശിക്ഷപ്പെട്ട മുനാഫിക്കിൻ്റെ അടയാള കാഫിതാവുള്ളൂ. എന്നല്ല ചില വർണ്ണനതകളിൽ ഓവറാവുന്നതിനെ സംബന്ധിച്ച് കെദിബ് ഈ മുനാഫിക്കിൻ്റെ അടയാളമായ കെദിബ് എന്ന് പറഞ്ഞൂല. അതിനർത്ഥം മറ്റേ കെദിബും പറയണമെന്നല്ല ഈ പറയുന്നത്. അതുകൊണ്ട് അവന് കുറ്റമില്ല, മുനാഫിക്കിൻ്റെ അടയാളമാവൂല എന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു മഹാനവർകൾ ഒരു ദിവസം പറഞ്ഞു. എന്താ പറഞ്ഞത്? മൻ കാന ഫീഹി സലാസു ഖിസാലിൻ ലം അതഹറജ് അൻ അഖൂല ഇന്നഹു മുനാഫിഖുൻ. 3 കാര്യം ഒരാളുണ്ടായാൽ മുനാഫിക്കാണ് എന്ന് പറഞ്ഞത് കുറ്റമായി ഞാൻ എണ്ണൂല, ഞാൻ അവനെ പറ്റി മുനാഫിക്ക് എന്ന് പറയും. മൻ ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ തുമിന ഖാന. ഒരാൾ വർത്താനം പറഞ്ഞാൽ കളവ് പറയും, വാഗ്ദ ചെയ്താൽ ലംഘിക്കും, വിശ്വസിച്ച ഒരു കാര്യം ഏൽപ്പിക്കപ്പെട്ടാൽ അവൻ അതിൽ വഞ്ചന നടത്തുകയും ചെയ്യും. ഇങ്ങനെ 3 സ്വഭാവം ഒരു മനുഷ്യരുണ്ടായി കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് മുനാഫിക്ക് എന്ന് പറഞ്ഞൊരു കുറ്റമായി ഞാൻ എണ്ണൂല എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് കേട്ട ഒരാൾ ബഹുമാനപ്പെട്ട അത്വാഇ ഇബ്നു അബീ റബാഹ്, അത്വാഇ ഇബ്നു അബീ റബാഹിനോട് പോയിട്ട് പറഞ്ഞു, ഹസൻ ബസരി ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, ഈ 3 ലക്ഷണങ്ങളിൽ ഒത്തവനെ പറ്റി ഞാൻ മുനാഫിക്ക് എന്ന് പറയുമ്പോൾ ഒരു കുറ്റമായിട്ട് ഞാൻ എണ്ണൂല. അത്താവ് പറഞ്ഞു, നീ ഹസനിലേക്ക് മടങ്ങിപ്പോ, എന്നിട്ട് ഹസനോട് പറഞ്ഞു കൊടുക്ക്, അത്താവ് നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട്. എന്നിട്ട് ഒയക്കോലുലക്ക, അത്താവ് നിങ്ങളോട് പറയുന്നു, ഉദ്കുർ ഇഖ്വത യൂസുഫ അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരങ്ങളെ ഒന്ന് ഓർക്കണേ. 3 ലക്ഷണം ഒത്തു കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് മുനാഫിക്ക് എന്ന് പറയാൻ ഞാൻ മടി കാട്ടൂല, കുറ്റായി എണ്ണൂല എന്നല്ലേ പറയുന്നത്. എന്നാൽ നിങ്ങൾ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സഹോദരങ്ങളെ പറ്റി ഒന്ന് ഓർക്കണം. കാരണം അവർ ഈ 3 കാര്യങ്ങളും ചെയ്തവരാണ്. അവർ കളവ് പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ചെന്നാക്കലഹുദീബു എന്ന് പറഞ്ഞിട്ട് ചെന്നായിരുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാമിനെ അവരെ ഏൽപ്പിച്ചു, നല്ല നിലക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന് അവർ വാഗ്ദാനം ചെയ്തു, അവർ സ്വീകരിച്ചു. ആ ഉദയത്ത് വെച്ച് ഈ അമാനത്ത് വെച്ച് യൂസുഫ് അലൈഹി സ്വലാമിനെ അവർ തിരിച്ചു കൊണ്ടുവന്ന് കൊടുത്തില്ല. അതോടുകൂടെ അവർ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാമിനോട് ചെയ്തിരുന്ന വാഴ്ത വളരെ സുരക്ഷിതമായി അവർ ഞങ്ങൾ നോക്കിക്കോളാം, അവനിക്ക് ഒരു കേടുപാടും ഞങ്ങൾ പറ്റിക്കൂല എന്ന് പറഞ്ഞ വാഴ്ത, ആ വാഴ്ത അവർ ലംഘിച്ചിട്ടുണ്ട്. അപ്പം അവരെ സംബന്ധിച്ച് മുനാഫിക്ക് എന്ന് പറയുമോ? അമ്പിയാക്കളാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിൻ്റെ സഹോദരങ്ങൾ. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ 11 യൂസുഫ് നബി അലൈഹി സ്വലാമും 11 മക്കളും 12 മക്കൾ. ഈ 12 മക്കളും മഹാന്മാരായ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ അമ്പിയാക്കളാണ്. അവരിൽ നിന്ന് ഈ 3 കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവരെ പറ്റി ഒന്ന് ഓർത്തിട്ട് സംസാരിച്ചാൽ മതി എന്ന് ഹസനോട് പോയി പറയ് എന്ന് അത്വാഇ നബി റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പിന്നെ അത്വാഇ നബി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ അഹ്ലുകാരെ ഒരാളെയും അവരിൽ ഖിയാനത്തും ഖുൽഫും ശാശ്വതമായതായിട്ട് എത്തിക്കാൻ കഴിയൂല, അങ്ങനെ അല്ലാഹ് പടക്കൂല. ആ മനുഷ്യൻ അവർ വക്കൽ നിന്ന് ചിലപ്പോൾ ഖിയാനത്തുണ്ടാകും, ചിലപ്പോൾ ഖുൽഫുണ്ടാകും, അത് അവരിൽ നിന്ന് പിന്മാറുകയും ചെയ്യും അവരതിൽ നിന്ന്. വനഹ്നു നർജു അൻ യുഈദഹുമുല്ലാഹു മിനൻ നിഫാഖ്. നിഫാഖിൻ്റെ സ്വഭാവത്തെ തൊട്ട് അല്ലാഹു തആല ദീനിൻ്റെ അഹ്ലുകാരെ കാക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. വമസ്തഖറ ഇസ്മുൻ നിഫാഖി ഖത്തു ഇല്ലാ ഫീ ഖൽബി ജാഹിദിൻ. സത്യത്തെ നിഷേധിക്കുന്നവൻ്റെ മനസ്സിലല്ലാതെ നിഫാഖ് ഉണ്ടാവൂല, അത് ഉറച്ചു നിൽക്കൂല.
وقد قال الله تعالى في حق المنافقين ذلك بأنهم آمنوا ثم كفروا. അല്ല, മുനാഫിക്കുകൾ പറഞ്ഞാൽ അതാണ്, വിശ്വാസം പ്രകടിപ്പിച്ചു, അവർ പിന്നീട് അതിൽ നിന്ന് കാഫിർ നിഷേധിക്കും. ഈ നിഷേധമുള്ള ആളുകൾ മാത്രമേ ഒറിജിനൽ മുനാഫിക്കാവുള്ളൂ. ഈ വിഷയം ഒന്ന് ഹസനോട് പറയണം. വനഹ്നു നർജു അല്ലാ യസൂല അൻ ഖുലൂബിൽ മുഅ്മിനീൻ. പരിശുദ്ധ ഇസ്ലാം മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നീങ്ങാതിരിക്കലിന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവർ സുമ്മ കഫറു എന്ന വിഭാഗത്തിൽപ്പെട്ടവരല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പറ്റി ഈ 3 ലക്ഷണങ്ങൾ ഉണ്ടായാൽ പോലും മുനാഫിഖ് എന്നുള്ള മുദ്ര കുത്താൻ പാടില്ല. ആ മുദ്ര കുത്തണമെങ്കിൽ അവർക്ക് ഇത് വേണം, നിഷേധം വേണം. ഈ വിഷയം പോയി ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഹസൻ ബസ്രി പറഞ്ഞ എന്താ, ജസാക്കല്ലാഹു ഖൈറാ എന്ന് പറഞ്ഞ ശേഷം പറഞ്ഞു, നിങ്ങൾ ഞാനൊരു വാക്ക് പറയുന്നത് കേട്ടു, എന്തിനും വലിയ പണ്ഡിതന്മാരുമായി ഈ വിഷയങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്ക് തിരുത്തി തന്നാൽ എൻ്റെ വാക്കിനെ നിങ്ങൾ തള്ളുകയും അവർ പറയുന്നത് അംഗീകരിക്കുകയും വേണം. അത് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു അത് മടങ്ങി എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട യൂസുഫ് നബി ഇസ്ലാമിൻ്റെ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു നല്ലൊരു ചർച്ച ഹിക്കമിൻ്റെ ദർസിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമ്മൾ ഈ ദർസിൽ ഈ ക്ലാസിൻ്റെ ബാക്കിൽ വിടുന്നുണ്ട്. അതും എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. മഹാന്മാരായ യൂസുഫ് നബി ഇസ്ലാമിൻ്റെ സഹോദരന്മാരെ സംബന്ധിച്ച് കിങ്കരന്മാർ, കൊള്ളക്കാർ, കൊലയാളികൾ എന്തെല്ലോ വിശേഷിച്ചുകൊണ്ട് കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് കാണാം. നമ്മുടെ ഉസ്താദന്മാർ പോലും ഒരു ദിവസം ഞാൻ കോഴിക്കോട് ഭാഗത്തിൽ കൂടെ പോകുമ്പോൾ സുബൈസ്കാരത്തിന് ആ ഭാഗത്തൊരു പള്ളിയിൽ കയറി, പള്ളി ഞാൻ പറയുന്നില്ല, തെക്കനാണ് അവിടുത്തെ ഇമാമ്. സുബൈസ്കാരത്തിന് ഒരു ക്ലാസ് ഉണ്ട്. അന്ന് ചർച്ച ചെയ്യുന്നത് ഈ വിഷയ യൂസുഫ് നബി ഇസ്ലാമിൻ്റെ സഹോദരങ്ങളെ പറ്റിയാണ്. എന്തെല്ലോ തമ്മാടിത്തരമാണ് ആ മനുഷ്യൻ പറയുന്നത്. അവരെ സംബന്ധിച്ച് ലോകത്ത് ഒന്നിനും കൊള്ളാത്തവരായി ചിത്രീകരിച്ചു കൊണ്ട് സംസാരിക്കുന്നു. ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു. അയാൾ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അയാളോട് പോയിട്ട് പറഞ്ഞു, ഇതൊന്നും നമ്മൾ ദീനിലുള്ള വിഷയമല്ലല്ലോ നിങ്ങൾ പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൽ അവരെല്ലാവരും അമ്പിയാക്കളാണെന്നാണല്ലോ ഉള്ളത്. കിതാബുകളിലെ ഇമാമികളും പറഞ്ഞത് അങ്ങനെ തന്നെയാണല്ലോ. അവരുടെ നിന്ന് വന്നു പോയ ആ കുറ്റങ്ങളെ സംബന്ധിച്ച് എല്ലാം ധാരാളം തെവീലുകൾ ചെയ്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ്? അപ്പം അയാൾ പറയും, ധിക്കാര മറുപടിയാണ്. ഒരു കിതാബിലും അവരെ ന്യായീകരിച്ചായിട്ടില്ല. ഒരു കിതാബും നോക്കാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് ആ വിഷയം വളരെ തഹരീർ ചെയ്യേണ്ട വിഷയമാണ്. അമ്പിയാക്കളെ കുറ്റം പറഞ്ഞാൽ അത് മറ്റുള്ളവരെ കുറ്റം പറയുന്ന മാതിരിയാവൂല. വളരെ ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഈ ഹദീസ് അവർക്കും പ്രയാസമായി വന്നിരുന്നു. ആയത്തുൽ മുനാഫിഖി തലാസ്, ഇദാ ഹദ്ദസ കദബ വഇദാ വഅദ അഖ്ലഫ വഇദാ തുമിന ഖാന. അങ്ങനെ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു, ഇത് ഞങ്ങൾക്കും വലിയ പ്രശ്നമായി വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് പ്രയാസമായതുപോലെ എനിക്കും വന്നിട്ടുണ്ട്. കാരണം മനുഷ്യൻ്റെ ജീവിതത്തിൽ കളവ് വന്നു പോകും. എല്ലാ വാഗ്ദാനങ്ങളും പൂർത്തിയായി വീട്ടിക്കൊള്ളണമെന്നില്ല. പ്രത്യേകിച്ചും മക്കളോട്, അതുപോലെ നമ്മൾ അടുത്ത ആളുകളോട് എന്തെങ്കിലും പ്രയാസഘട്ടങ്ങളിൽ സമാധാനത്തിന് പറയുന്ന വാക്കുകൾ, അതിൽ വഴുതുണ്ടാകും, പൂർത്തിയാക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. അതുപോലെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ട ചില ഒതിയത്താകുന്ന സമ്പത്തുകൾ തിരിച്ചു കൊടുത്താലും ചില വാക്കുകൾ, വാചകങ്ങൾ, ചില രഹസ്യങ്ങൾ അത് ഏറ്റവും അടുത്ത ആളുകളോടെങ്കിലും അത് പറഞ്ഞ് അത് നഷ്ടപ്പെട്ടേക്കാം, അമാനത്ത് നശിച്ചേക്കാം. സാധാരണ സ്വഭാവമാണത്. അത് ഞങ്ങൾക്കും അത് പ്രയാസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു. നബി തങ്ങളോട് ഈ ഹദീസിനെ പറ്റി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചു. ഇബ്നു അബ്ബാസ് തങ്ങളും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ള പറഞ്ഞു, മാലക്കും വലഹുന്ന, നിങ്ങളും ആ 3 കാര്യങ്ങളും തമ്മിൽ എന്ത് ബന്ധമുള്ളത്?
ഇന്നമാ ഖസ്സസ്തു ബിഹിൽ മുനാഫിഖീൻ, ആ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് ഞാൻ മുനാഫിഖീങ്ങളെ പ്രത്യേകമായി ഉദ്ദേശിച്ച് പറഞ്ഞതാണത്. അമ്മാ കൗലി ഇദാ ഹദ്ദസ കദബ, ഇദാ ഹദ്ദസ കദബ എന്ന് ഞാൻ പറഞ്ഞത് ഫദാലിക ഫീമാ അൻസലല്ലാഹു തആല അലയ്യ, അല്ലാഹു തആല എൻ്റെ മേൽ ഇറക്കിയതായ ആയത്തിനെ സംബന്ധിച്ചാണ് ആ പറഞ്ഞത്. ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു ഇന്നക റസൂലുള്ളാഹ് വല്ലാഹു യശ്ഹദു ഇന്നക റസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അവിടെ ഈ മുനാഫിക്കീങ്ങൾ വന്ന് നിങ്ങൾ റസൂലാണെന്ന് അവർ പറയാണ്. അള്ളാഹ് സാക്ഷ്യം വഹിക്കുകയാണ് നിങ്ങൾ റസൂൽ തന്നെയാണ്. പക്ഷേ മുനാഫിക്കീങ്ങൾ എന്ത് ചെയ്യാന്ന് പറയണാ പറഞ്ഞത്. അതിനെപ്പറ്റിയാണ് ഞാൻ ഇദാ ഹദ്ദസ കദബ എന്ന് പറഞ്ഞത്. അഫഅൻതും കദാലിക, നിങ്ങളങ്ങനെയാണോ? കുന്നാല, ഞങ്ങൾ പറഞ്ഞു ഞങ്ങളങ്ങനല്ല. ഖാല ഫലാ അലൈക്കും അൻതും മിൻ ദാലിക ബറാ, എന്നാ ഞാൻ നിങ്ങളെ പറ്റിയല്ല പറഞ്ഞത്, നിങ്ങൾ അതിനെ തൊട്ടൊഴിവായവരാണ്. വമ്മാ കൗലി ഇദാ വഅദ അഖ്ലഫ, വഅദ ചെയ്താൽ ലംഘിക്കും എന്ന് പറഞ്ഞത്. ഫദാൽ ഖൗലുഹു തആല വമിൻഹും മൻ ആഹദല്ലാഹു ലൈൻ ആതാനാ മിൻ ഫളിഹി, സൂറത്ത് തൗബയിലെ 3 ആയത്ത് 75 മുതൽ 75, 76, 77 ആയത്തുകൾ. അവരിൽപ്പെട്ടവരാണ് ഞങ്ങൾക്ക് അല്ലാഹു തആല മുതൽ തന്ന, ഞങ്ങളതിനെ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കുകയും സദഖ ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവർക്ക് മുതൽ ലഭിച്ചാൽ അവരതൊന്നും മറക്കുകയും ചെലവാക്കൂല എന്ന് പറയുന്ന ആ ആയത്തുണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇദാ വഅദ ഖലഫ അഫഅൻതും കദാലിക, നിങ്ങൾ അങ്ങനെയാണോ? ഖുൽനാല, അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. ഖാല ലാ അലൈക്കും അൻതും മിൻ ദാലിക ബറാ, നിങ്ങളെ തൊട്ടൊഴിവായവരാണ്, നിങ്ങളെ പറ്റിയല്ല ഞാൻ ആ പറഞ്ഞത്. വമ്മാ കൗലി ഇദഅ്തു മിന ഖാന, ഇദഅ്തു മിന ഖാന എന്ന് ഞാൻ പറഞ്ഞ വാക്ക് റസൂലുള്ള പറയാണ്. ഫദാലിക ഫീമാ അൻസലല്ലാഹു തആല അലയ്യ ഇന്നാ അർദ്നൽ അമാനത അലസ് സമാവാതി വൽ അർളി വൽ ജിബാൽ, സൂറത്തുൽ അഹ്സാബിലെ 72-ാമത്തെ ആയത്ത്. അതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. അമാനത്ത് എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദീൻ. ഫകുല്ലു ഇൻസാനിൻ മുതമനുൻ അലാ ദീനിഹി, റസൂൽ സ്വീകരിക്കുകയാണ്. എല്ലാ മനുഷ്യനും അവൻ്റെ ദീനിൻ്റെ മേലിൽ വിശ്വസിക്കപ്പെടുന്നവനാണ്. യഗ്തസിലു മിനൽ ജനാബ, ജനാബത്തിനെ തൊട്ട് കുളിക്കും. വയുസല്ലി, അവൻ നിസ്കരിക്കും. വയസൂമു, നോമ്പ് നോൽക്കും. ഫിസ്സിരി വൽ അനാലിയ, രഹസ്യമായ ഘട്ടത്തിലും പരസ്യമായ സമയത്തും ആൾ കണ്ടാലും കണ്ടില്ലെങ്കിലും. വൽ മുനാഫിഖു ലാ യഫ്അലു ദാലിക ഇല്ലാ ഫിൽ അലാനിയ, മുനാഫിക്കിൻ്റെ നിസ്കാരം, മുനാഫിക്കിൻ്റെ നോമ്പ്, മുനാഫിക്കിൻ്റെ കുളി ഒക്കെ പരസ്യമായിട്ട് മറ്റുള്ളവർ കാണുമ്പോഴേ ഉള്ളൂ. അഫഅൻതും കദാലിക, നിങ്ങൾ അങ്ങനെയാണോ? ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു. ലാ, ഞങ്ങൾ അങ്ങനല്ല. ഖാല റസൂലുള്ളാഹി പറഞ്ഞു. ലാ അലൈക്കും അൻതും മിൻ ദാലിക ബറാ, നിങ്ങളതിനെ തൊട്ടൊഴിവായവരാ, നിങ്ങളെ പറ്റിയല്ല. അതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്. മുനാഫിഖ് എന്ന് പറയുന്ന സാധനം റസൂലുള്ളാഹിൻ്റെ കാലത്തേ ഉള്ളൂ. പിൽക്കാലത്തുള്ളവർ ആ മുനാഫിഖീങ്ങളെ സ്വഭാവമുള്ളവർ. അവിടെ തന്നെയാണ് നബി ഇമാമും ഈ ഹദീസ് 6 ചോദ്യത്തിൻ്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട നബി ഇമാം പറഞ്ഞ മറുപടി അത് തന്നെയാണ്. ഇവരുടെ മുനാഫിക്കിൻ്റെ മാതിരിയാണ് അവരെന്ന് പറഞ്ഞാൽ മതി. മജാസാണ് ആ പ്രയോഗം, ഹഖീഖത്ത് മുനാഫിഖല്ല. ധാരാളം മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഇമാം ഖുർത്തുബി എല്ലാം റാജിയാക്കിയതെന്ന് ഫത്ഹുൽ ബാരി പ്രത്യേകമായി സംസാരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഈ 3 ലക്ഷണമുള്ളവർ മുനാഫിക്കിൻ്റെ ലക്ഷണമുള്ളവരാണ്. അതുവരെ തന്നെ തൊട്ട് സൂക്ഷിക്കണം. പക്ഷേ അത് ചെയ്യുന്നതിനെ പറ്റി മുനാഫിഖ് എന്ന് ഹഖീഖത്ത് ഉദ്ദേശിച്ചുകൊണ്ട് പറയാൻ പാടില്ല. മുനാഫിഖീങ്ങളെ പോലെയാണെന്ന് പറയാനേ പാടുള്ളൂ. ഇതാണ് റാജിഹായ അർത്ഥം.